ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിലെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിലും ബ്രോഡർ മാർക്കറ്റിൽ വലിയൊരു ഡിക്ലൈൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കോഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൂടാതെ തന്നെ യാതൊരു പ്രതീക്ഷയും നൽകാതെ US മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആ ഒരു സിറ്റിംഗ് അവസാനിച്ചതും മാർക്കറ്റിൽ നിരാശ പടർത്തിയിട്ടുണ്ട്. അപ്പോൾ US ഫെഡറൽ റിസർവിന്റെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മീറ്റിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അനൗൺസ് ചെയ്ത് പറഞ്ഞത്, അതായത് ഈ ഒരു റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നും അത് അൺചേഞ്ച്ഡ് ആയിട്ട് 4.5% എന്ന ലെവലിൽ തന്നെ നിൽക്കും എന്നാണ്. എന്നാൽ അതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയുള്ള കമൻട്രിയിൽ പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതായത് ഈ വർഷം തന്നെ അവസാനമാകുമ്പോഴത്തേക്കും 2 റേറ്റ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സൂചനയും നൽകിയിരുന്നു. എങ്കിലും പൊതുവെയുള്ള അമേരിക്കയുടെ എക്കണോമിക് കണ്ടീഷൻസിൻ്റെ ഒരു മോശമായ ചിത്രമാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ വാർ ഇപ്പോൾ ഇറാൻ US വാർ എന്നുള്ള നിലയിലേക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന് പറയുന്നത് അമേരിക്ക ഈ വാറിൽ ഇൻവോൾവ് ആവുകയും ഇറാനെ ആക്രമിക്കുകയും ചെയ്താൽ US-ന്റെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകളിലൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് പല ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു വാറിൻ്റെ ആ ഒരു മൾട്ടിപ്പിൾ എഫക്റ്റ് ഇല്ലാതിരിക്കാൻ അമേരിക്ക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അമേരിക്ക ഇത്തരം ഒരു വാറിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. എങ്കിൽ പോലും ഡെമോക്ലീസിന്റെ വാള് പോലെ മാർക്കറ്റിന് മുകളിൽ ഈ ഒരു വാർ ഒരു മഹായുദ്ധമായി മാറുമോ എന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു നെഗറ്റീവിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഫ്ലാറ്റ് നെഗറ്റീവാണ് പല ഇൻഡെക്സുകളും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് 76.23 എന്ന ലെവലിലേക്കാണ് നമ്മൾ WTI ക്രൂഡ് ഈ സമയം കാണാൻ കഴിയുന്നത്. അതുപോലെ ബ്രന്റ് ക്രൂഡ് 77 എന്ന ലെവലിലും കാണാൻ കഴിയും. ഇന്ന് ഏകദേശം 1% അപ്സൈഡ് ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിഫ്റ്റി ലാർജ് ക്യാപ്പിൽ 0.31% ഒരു ഡൗൺ സൈഡാണ് ഉണ്ടായത്. എങ്കിലും ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വമ്പിച്ച ക്രാഷാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മിഡ് ക്യാപ്പിൽ 1.57% ഡൗൺ ആയിരുന്നു, സ്മോൾ ക്യാപ്പിൽ 2.07% ഡൗൺ ആണ്, മൈക്രോ ക്യാപ്പ് 250-ൽ 1.82% ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലാർജ് ക്യാപ്പ് അല്ലാത്ത സെക്ടറുകളിലൊക്കെ ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മേജർ സെക്ടറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡെക്സുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തെന്ന് കാണാൻ കഴിയും. അതുകൂടാതെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഫിയർ സോണിലേക്ക് കടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മൊത്തത്തിൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 23% സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. 73% സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈൻ ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുക. അപ്പോൾ നിഫ്റ്റി 50 ബെഞ്ച് മാർക്കിൽ വലിയ ഡിക്ലൈൻ ഉണ്ടായിട്ടില്ലെങ്കിലും മൊത്തത്തിൽ മാർക്കറ്റിൽ നല്ല ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ രൂപയുടെ വീക്ക്നെസ് ഇപ്പോൾ തുടരുകയാണ്. ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ വില ഇപ്പോൾ നമ്മൾ കാണുന്നത് 86.74 എന്ന ലെവലാണ്. 87 എന്നുള്ള ഹൈയിലേക്ക് അത് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യുദ്ധം ഒരു ഭയാനകമായ അവസ്ഥയിലെത്തുകയും US യുദ്ധത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തും ചില ശക്തികൾ അണിചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലാണ് വലിയ ഒരു അപ്സൈഡ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായോ ഇസ്രായേലുമായോ നേരിട്ടുള്ള ഹൈ വോളിയം ട്രേഡുകൾ നമ്മൾ നേരിട്ട് അങ്ങോട്ടേക്ക് നടന്നില്ല. പക്ഷേ അവിടെ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇറാനിൽ നിന്ന് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ അദാനി പോർട്ട്, സൺഫാർമ, അതുപോലെ ചില IT കമ്പനികളൊക്കെ നേരിയ തോതിലുള്ള ബിസിനസ്സാണ് അവിടെ ഇസ്രായേലുമായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ട്രേഡ് ഡയറക്റ്റ് ഈ രാജ്യങ്ങളുമായിട്ടില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു തിരിച്ചടി കമ്പനികൾക്ക് ഉണ്ടാകില്ലെങ്കിലും ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതായിരിക്കും ഇൻഡയറക്റ്റായിട്ട് ഇന്ത്യൻ കമ്പനികളെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് മാനുഫാക്ചറിങ് കമ്പനികൾ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യൻ എക്കണോമിയുടെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ വളരെ മോശമായിട്ട് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവില്ല. അപ്പോൾ വാറ് ശക്തമായ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഇടിവുണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചില സെക്ടറുകൾ വാർ പ്രൂഫ് സെക്ടറുകൾ എന്ന് പറയാൻ പറ്റുന്ന സെക്ടറുകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ
അതുപോലെ ഹോസ്പിറ്റൽ മേഖലയിലുള്ള സ്റ്റോക്കുകൾ, അതുപോലെ ഹെൽത്ത് കെയർ സർവീസ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ പൊതുവെ ഈ ഒരു വാറിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സെക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഫാർമ സ്റ്റോക്കുകൾ അതൊരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും റിസ്ക് ഫ്രീ ആണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ സെഗ്മെന്റിലുള്ള ഹോസ്പിറ്റൽ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് കാണിക്കുന്ന സ്റ്റോക്കുകളും കാണാൻ കഴിയും. പക്ഷെ അവിടെ നമുക്ക് വാല്യുവേഷൻ പല സ്റ്റോക്കുകളുടെയും വളരെ ഹൈ ആയിട്ട് കാണാൻ കഴിയും. എന്നാൽ താരതമ്യേന റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ കാണിക്കുന്ന ഒരു സ്റ്റോക്കിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, അതൊന്ന് യഥാർത്ഥ ഹോസ്പിറ്റൽ ട്രോമ കെയർ സർവീസ് ലിമിറ്റഡ് ആണ്. UP ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് അത്യാവശ്യം മോശമല്ലാത്തൊരു വാല്യുവേഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 4000 കോടിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 514 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അതിൻ്റെ 693 എന്നുള്ള ഹൈയിൽ നിന്നാണ് ഇത് കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 37 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 36 ആണ്. ഇൻഡസ്ട്രി PE 61 ആണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഓക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ROCയും ROEയും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ സ്റ്റോക്കിൽ ഒരു കൺസേൺ ആയിട്ട് കാണുന്നത് 13% പ്രൊമോട്ടർ ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.01 ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ വളരെ നേരിയ തോതിലുള്ള ഒരു കടം മാത്രമാണ് ഈ കമ്പനിക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ Q4 റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെയിൽസിൽ 30% വർധനവ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 27% വർധനവ് ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഹോസ്പിറ്റൽ സെഗ്മെന്റ് അല്ലാതെ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് സർവീസസ് മേഖലയിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി വാല്യുവേഷൻ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു സ്റ്റോക്ക് ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് ആണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 24,000 കോടിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 2875 എന്ന ലെവലിലാണ്. 3654 വരെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയതാണ്. 21% അതിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 49 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PEയും ഏകദേശം 49 ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു 3 ഇയർ PE 68 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്കൊരു റീസണബിൾ വാല്യുവേഷനിൽ കാണാൻ കഴിയും. ROC 28ഉം ROE 24 എന്നുള്ള 20% എബവ് ROC ROEയും കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ഒന്നും ഇല്ലാത്ത വളരെ സേഫായിട്ട് ഒരു സ്റ്റോക്കായിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ Q4 റിസൾട്ടും മോശമല്ലാത്ത രീതിയിൽ വന്നിരുന്നു. 10% ഒരു സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 83% ഒരു ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വാർ പ്രൂഫായിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം സെഗ്മെൻ്റാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളും ട്രാവലേഴ്സും ഒക്കെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വലിയൊരു വാറ് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ഡെസ്റ്റിനേഷൻ ഇവർ അന്വേഷിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏഷ്യയിൽ അത്തരത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറാനുള്ള സാധ്യതയും ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അതൊരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ലോങ് ടേം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ പരിഗണിക്കാവുന്നത്. അതിലൊന്ന് ഇപ്പോൾ BLS ഇൻ്റർനാഷണൽ സർവീസസ് എന്ന സ്റ്റോക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ കുറച്ച് വാല്യുവേഷൻ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 14,000 കോടിയുണ്ട്. കറണ്ട് പ്രൈസ് 355 എന്ന ലെവലാണ്. ഇതിൻ്റെ ഹൈ 522 വരെ പോയിരുന്നു. അവിടെ നിന്ന് 32% വലിയൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ടും കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 28 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 44 ആണ്. ഇൻഡസ്ട്രി PE 37 ആണ്. അപ്പോൾ അതിൽ താഴെയാണ് ഈ സ്റ്റോക്കിൻ്റെ PE എന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ ROCയും ROEയും 30% മുകളിൽ കാണാൻ കഴിയും. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി 0.21 മാത്രം ആണ് കാണാൻ കഴിയുള്ളൂ. അതുപോലെ Q4 റിസൾട്ട് മോശമല്ലാത്ത രീതിയിൽ വന്നതായിട്ട് കാണാം. ഇയർ ഓൺ ഇയറിൽ 54% സെയിൽസ് ഗ്രോത്തും 67% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽ സെഗ്മെന്റിലും ഒരു ഓപ്പർച്യൂണിറ്റി ടൂറിസം വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ഈസ്റ്റേൺ ഇന്ത്യ ഹോട്ടൽസിൻ്റെ സ്റ്റോക്ക് നമുക്ക് കുറച്ചും കൂടി വാല്യുവേഷൻ ഓക്കെ ആയിട്ട് കാണാം. മാർക്കറ്റ് ക്യാപ്പ് 21,000 കോടിയുള്ള ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 347 ആണ്. ഇതിൻ്റെ ഹൈ 461 എന്ന ലെവൽ വരെ പോയിരുന്നു. അവിടെ നിന്നും 24% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ PE ഇപ്പോൾ 28 എന്ന ലെവലാണ് കാണുക. 3 ഇയേഴ്സിൻ്റെ PE 39 ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രി PE ആണ് 35 ആണ്. നല്ല വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ROCയും 23 എന്നുള്ള ഫിഗറാണ് കാണുന്നത്. ROE 17 എന്നുള്ള ഫിഗറുമാണ്. മോശമല്ലാത്ത ROCയുമാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.06 മാത്രമുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ഇതിൻ്റെ Q4 റിസൾട്ട് മോശമല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. 11% ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്തും 26% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കാണാം. അതുപോലെ ഇനി ഈ യുദ്ധത്തിൽ നമുക്കറിയാം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുദ്ധോപകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടർ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ ഫോക്കസിൽ വരുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിലെ പല ഡിഫൻസ് സ്റ്റോക്കുകളും ഹൈ വാല്യുവേഷനിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. അവിടെ നമുക്ക് എക്സാമ്പിളിനായിട്ട് ഒരു വാല്യുവേഷൻ ഓക്കെ ആയിട്ട് കാണുന്ന ഒരു സ്റ്റോക്ക് സെൻ ടെക്നോളജീസ് ആണ്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 17,000 കോടിക്ക് മേലെയുള്ള ഈ ഒരു സ്റ്റോക്ക് അതിന്റെ കറണ്ട് പ്രൈസ് നമ്മൾ കാണുന്നത് 1895 ആണ്.
2628 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. 27% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 61 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE പക്ഷേ 74ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE ഈ സ്റ്റോക്കിൻ്റെ 81 ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ROEയും ROCയും ഡബിൾ ഡിജിറ്റ് 26ഉം 36ഉം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഡെറ്റ് ടു ഇക്വിറ്റി ആണെങ്കിൽ ഓക്കെ ആണ്, 0.04 മാത്രമേ ഉള്ളൂ. അതുപോലെ Q4 റിസൾട്ട് വളരെ എൻകറേജിംഗ് ആയിരുന്നു. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 130% വർധനമാണ്. അതുപോലെ പ്രോഫിറ്റിൽ 203% വർധനമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, മറ്റ് ചില സെക്ടറുകളും തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഫോക്കസിലേക്ക് വരും. അതിൽ മുമ്പേ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഹൈക്ക് വരുമ്പോൾ ഇന്ത്യയിൽ സാധ്യത കാണുന്ന 2 സ്റ്റോക്കുകളാണ് ONGCയും അതുപോലെ ഓയിൽ ഇന്ത്യയും. അത് ഞാൻ മുമ്പ് പരാമർശിച്ചതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പരാമർശിക്കുന്നില്ല. അപ്പോൾ ആ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളായിരിക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ക്രൂഡ് ഓയിൽ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നല്ല ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കണം ആ സ്റ്റോക്ക് നമ്മൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ IT സ്റ്റോക്കുകളും ഫോക്കസിൽ വരും. കാരണം റൂപ്പി ഡീവാലുവേഷനും കാരണം, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ വലിയ വില കൊടുത്ത് ഡോളർ കൊടുത്തുകൊണ്ട് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് റുപ്പിയുടെ വാല്യൂ കുറയും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ IT സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അവരുടെ പേയ്മെൻറ്റ് ഡോളർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളിൽ ഒരു ഹൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ, FMCG സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് രംഗത്ത് ക്രൂഡ് ഓയിൽ ഒരു റോ മെറ്റീരിയൽ അല്ലാത്ത സ്റ്റോക്കുകൾ, അത് തീർച്ചയായിട്ടും നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറുകളൊക്കെ ഈ ഒരു സമയത്ത് വാർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.